കോട്ടയ്ക്കൽ, കുറ്റിപ്പുറം, വളാഞ്ചേരി ടൗണുകളിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതി തടസ്സങ്ങളും വോൾട്ടേജ് പ്രശ്നങ്ങളും കാരണം ഉപഭോക്താക്കൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ നിയമസഭയിൽ ചോദ്യമായി അവതരിപ്പിച്ച് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം.എൽ.എ. പുതിയ ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കലും നിലവിലുള്ള ട്രാൻസ്ഫോമറുകളുടെ ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി എം.എൽ.എയുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. ജില്ലയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വൈദ്യുതി തടസ്സങ്ങളും വോൾട്ടേജ് ക്ഷാമവും സംബന്ധിച്ച് നടത്തിയ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയ്ക്കൽ മണ്ഡലത്തിലെ വൈദ്യുതി രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ചു വിഭാവനം ചെയ്ത പദ്ധതികൾ സംബന്ധിച്ചുമാണ് എം.എൽ.എ. ചോദ്യം ഉന്നയിച്ചത്. ദ്യുതി 2 പദ്ധതിയിലും മലപ്പുറം പാക്കേജിലും RDSS വർക്കിലും പുതിയ HT ലൈനുകളും സിംഗിൾ ഫേസിൽ നിന്നും 3 ഫേസിലേക്ക് കൺവേർഷനുകളും പുതിയ ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കലും നിലവിലുള്ള ട്രാൻസ്ഫോമറുകളുടെ ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി എം.എൽ.എയുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. കോട്ടയ്ക്കൽ മണ്ഡലത്തിലെ കാടാമ്പുഴ 110 kV സബ്സ്റ്റേഷൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എടയൂർ 110 kV സബ്സ്റ്റേഷൻ നിർമ്മാണത്തിന് വേണ്ടിയുള്ള സാങ്കേതിക പഠനങ്ങൾ പുരോഗമിക്കുന്നതായും എം.എൽ.എയുടെ ചോദ്യത്തിന് മറുപടിയായി മന്ത്രി പറഞ്ഞു. കുറ്റിപ്പുറം 110 kV സ്റ്റേഷന്റെ സ്ഥാപിത ശേഷി 40 MVA ആയി ഉയർത്തി പുതിയതായി 11 kV ഫീഡറുകൾ സ്ഥാപിച്ചു നൽകിയിട്ടുണ്ട്. തിരൂരങ്ങാടി മണ്ഡലത്തിലുള്ള എടരിക്കോട് 110 kV സബ്സ്റ്റേഷന്റെ സ്ഥാപിത ശേഷി 52.5 MVA ആയി ഉയർത്തിയതിനു ശേഷം പുതിയതായി 11 kV ഫീഡറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ പ്രവൃത്തിയുടെ ഗുണം കോട്ടയ്ക്കൽ മേഖലയിൽ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. Ampere College of Science offers hospital administration course, MBA in healthcare management, training tie-up with multi-specialty hospitals and medical colleges. Visit www.amperecollege.in. Ampere College of Science, Kuttipuram.